പരമാവധി കൊടുക്കാവുന്ന പ്രൊമോഷനുകൾ നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിനെ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ പ്രൊമോഷൻസ് എല്ലാം കൊടുക്കാനാണ് തീരുമാനം. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഒക്കെ പ്രൊമോഷൻ ഉണ്ടാവും. റിട്ടയർമെന്റ് ഒരുപാട് വരെയാണ് ഈ വർഷം. വളരെ വൻതോതിൽ റിട്ടയർമെന്റാണ്. റിട്ടയർമെന്റ് പല പോസ്റ്റുകളിലും ഹാൻഡിൽ ചെയ്യാൻ ആളില്ലാതെ പോകും. സ്റ്റേഷൻ മാസ്റ്റർ, ATO ഇതൊക്കെ ആളില്ലാതെ പോകും. അപ്പോൾ അതുകൊണ്ട് അതായത് ഈ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു മാസം കഴിഞ്ഞ് റിട്ടയർ ആകാൻ പോകുന്ന ഒരാളിന് പ്രൊമോഷൻ കൊടുത്താൽ അയാൾ ഒരു ജോലിയും ചെയ്യില്ല. ഇപ്പം നമുക്ക് കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ATOമാരിൽ പലരും ചെറുപ്പക്കാരാണ്. അവർക്ക് 2034 വരെ 35 വരെയൊക്കെ സർവീസുണ്ട്. അപ്പോൾ അവർ ആ റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യുന്നത് കൊണ്ടാണ് KSRTC നന്നായി പോകുന്നത്. സാധാരണ റിട്ടയർ ചെയ്യാൻ ഒരു മാസമുള്ള ആളിന് പ്രൊമോഷൻ കൊടുക്കും, DTO ആയിട്ട്. അദ്ദേഹം മേളിൽ കയറിയിരിക്കും, താഴെയുള്ളവരെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഇദ്ദേഹത്തിന് പെൻഷൻ വാങ്ങണമെന്ന് പറഞ്ഞ് ജോലി ചെയ്യാതിരിക്കും. ഇതാണ് KSRTC കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു അബദ്ധം. ഇപ്പോൾ അതില്ല. ഇപ്പോൾ പ്രൊമോഷൻ കൊടുക്കുന്ന ഒരുവിധം ഒരു വളരെ ചെറിയൊരു പെർസെൻറ്റേജ് വെച്ച് ബാക്കി എല്ലാവരും ലോങ് പീരീഡ് 1 വർഷം 2 വർഷം വരെ മിനിമം ഉള്ള ആളുകളാണ്. ഒരു യാത്രക്കാരെ അങ്ങനെ പെരുവഴിയിൽ ഇറക്കി വിടാൻ പാടില്ല, കയറ്റാതെ പോകും. അങ്ങനെ ചില ആൾക്കാരുണ്ട്. റിസർവേഷൻ എടുത്ത് ഈ അടുത്ത കാലത്ത് കോതമംഗലത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ റിസർവേഷൻ എടുത്തു തിരുവനന്തപുരത്തേക്ക് പോകാനാണ്. ആ റിസർവേഷൻ എടുത്ത് വണ്ടി നിർത്താതെ പോയി. ഒടുവിൽ അവിടെ നിന്ന് എന്നെ വിളിക്കുകയായിരുന്നു ഈ കുട്ടികൾ. ഞാൻ എന്നിട്ട് നേരിട്ട് ഡ്രൈവറോട് സംസാരിക്കുകയായിരുന്നു. അവസാനം അവർ ടാക്സി പിടിച്ച് കുട്ടികളെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വേണ്ടാന്ന് കോതമംഗലത്ത് എത്തിയപ്പോഴേക്കും മൂവാറ്റുപുഴയിൽ നിന്ന് സ്റ്റേഷൻ മാസ്റ്റർ അവരെ മറ്റൊരു ബസ്സിൽ കയറ്റി വിട്ടു. അതൊക്കെ നമ്മുടെ മക്കളാണ് ഇറക്കി വിടും. ആ ഒരു കൺസിഡറേഷനാണ് എന്നെ സംബന്ധിച്ച്. എൻ്റെ മകളെ വഴിയിൽ ഇറക്കി വിട്ടാൽ എനിക്ക് സഹിക്കില്ല. എൻ്റെ മകളെ കയറ്റാതെ സന്ധ്യ സമയത്ത് 5 മണിക്ക് വണ്ടി എൻ്റെ മകളെ തിരുവനന്തപുരത്ത് നിന്നുള്ള മകളെ കയറ്റാതെ കോതമംഗലത്ത് നിന്ന് വിട്ടുപോയാൽ അത് സഹിക്കില്ല. അതിന് പേര് നടപടി ഇച്ചിരി വികാരപരമാണ്. നിങ്ങൾക്കും ആ വികാരം ഉണ്ടെന്ന് തോന്നുന്നു. മനുഷ്യൻ്റെ വികാരമാണ്. 3 യൂണിറ്റാണ് തുടങ്ങുന്നത്. ഒരെണ്ണം KSRTCക്കാണ്. KSRTC മറ്റെണ്ണം 2 ടെൻഡർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഒരെണ്ണം KSRTCക്ക് നമ്മൾ കോടതിയിൽ നിന്ന് തന്നെ അനുവാദം വാങ്ങിയിരുന്നു. അതാണ് ഇന്ന് തുടങ്ങുന്നത്. അത് നിർബന്ധമായി തുടങ്ങിയാനുള്ള ഗുണമെന്ന് പറയുന്നത്, ഇത് തുടങ്ങിയാൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ഈ സ്ക്രാപ്പിംഗ് ചെയ്യുന്ന സംവിധാനം നമ്മൾ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ 250 കോടി രൂപ സംസ്ഥാന സർക്കാരിന് ഒരു വർഷം കിട്ടും. അതിനുവേണ്ടിയാണ് അത് ചെയ്യുന്നത്. എല്ലാം സ്ക്രാപ്പ് ചെയ്യും. സ്വകാര്യ വാഹനം KSRTC വണ്ടി അല്ല ഉദ്ദേശിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യാൻ. സ്വകാര്യ വാഹനങ്ങൾ വാങ്ങി പൊല്യൂഷൻ ഇല്ലാതെ സ്ക്രാപ്പ് ചെയ്യുന്ന ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. പൊല്യൂഷൻ വരാത്ത വിധത്തിൽ ഇതിൻ്റെ പല സാധനങ്ങളും പൊല്യൂട്ടഡ് ആക്കും നമ്മളെ. അത് ഒഴിവാക്കുന്ന ഒരു ആധുനിക സംവിധാനം ആണ് വരുന്നത്. അല്ല, ഇത് പണി പൂർത്തിയായ ഉടനെ സ്ക്രാപ്പിങ്ങിന് വണ്ടികൾ എടുത്തു തുടങ്ങും. RTO സർട്ടിഫൈ ചെയ്യണം ഈ വണ്ടി സ്ക്രാപ്പ് ചെയ്യണം. അതോടെ ഈ ടാക്സ് അവസാനിക്കും. അല്ലെങ്കിൽ ഈ സ്ക്രാപ്പ് ചെയ്തതിനെ കുഴപ്പം നമുക്ക് ടാക്സ് ഇങ്ങനെ അടിച്ചു വന്നുകൊണ്ടിരിക്കും. മുൻകാലങ്ങളിൽ പലപ്പോഴും അങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് പോയ പല വണ്ടിക്കും ഇപ്പോഴും ടാക്സ് വന്നുകൊണ്ടിരിക്കുക. അതൊക്കെ വേഗത്തിലെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പരിശോധിച്ച് ചെയ്തു തരും. അതിനൊന്നും കുഴപ്പം വരില്ല. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റാണ് ചെയ്യുന്നത്. അവർ ചെയ്യും.